കൊച്ചിയിൽ രോഗിയെ സഹോദരങ്ങൾ റോഡരികിൽ ഉപേക്ഷിച്ചു. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് നോർത്ത് പാലത്തിന് താഴെ ഉപേക്ഷിച്ചത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ TJ വിനോദ് MLA ഇടപെടലിൽ ഷംസുദ്ദീനെ കൂവപ്പടി അഭയഭവനിലേക്ക് മാറ്റി. എൻ്റെ ഉമ്മാനെ കണ്ടുപറ്റിക്കണം. എൻ്റെ ഉമ്മാനെ എൻ്റെ ഏട്ടന്മാരൊക്കെ കാണണം. അത്രയോളം എല്ലാവരും സ്നേഹത്തിൽ നിൽക്കണം. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് കാറിലെത്തിയ സംഘം സ്വന്തം സഹോദരൻ ഷംസുദ്ദീനെ വഴിയരികിൽ ഉപേക്ഷിച്ചത്. ഷംസുദ്ദീൻ 25 വർഷത്തോളം ദുബായിൽ ഡ്രൈവറായിരുന്നു. പിന്നീട് കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം 6 വർഷങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ കൈക്കും കാലിനും തളർച്ച സംഭവിച്ചു. ഇതിനുശേഷം തന്നോടുള്ള സഹോദരന്മാരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാവുകയായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു. കൊടുങ്ങല്ലൂർ തറവാട്ടിൽ നിന്ന് കിടത്താനൊന്നും പറ്റൂല. നീ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു മരിച്ചോളെ. ആ പാരെന്ന് വെച്ചാൽ കൊണ്ടുപോയി കുഴി വെച്ചോളൂ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ TJ വിനോദ് MLA നിർദ്ദേശപ്രകാരം ഷംസുദ്ദീനെ കൂവപ്പടി അഭയഭവനിലേക്ക് മാറ്റി. MLA പരാതിയിൽ സഹോദരന്മാരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഉപേക്ഷിച്ചതെന്നതിൽ വ്യക്തത വരുത്തിയ ശേഷമാകും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതിനിടെ ഷംസുദ്ദീനെ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഷംസുദ്ദീൻ പറഞ്ഞതനുസരിച്ചാണ് നോർത്ത് പാലത്തിന് താഴെ ഇറക്കിയതെന്നുമാണ് സഹോദരന്മാരുടെ വാദം. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു തൃശ്ശൂർക്കാരനാണ്. അവിടെ മതിലകം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ളതാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ജ്യേഷ്ഠന്മാരൊക്കെ ഉള്ളതാണ്. ഈ ജ്യേഷ്ഠന്മാരുടെ മക്കൾ അങ്ങനെ എന്തോ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തിനെ കൊച്ചിയിലുള്ള നോർത്ത് പാലത്തിന്റെ അടിയിൽ എന്തോ കൊണ്ടിട്ടേന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടിട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഇദ്ദേഹം ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന് പിന്നീട് തലയ്ക്ക് അസുഖമുള്ളൊരു സ്ത്രീയെ, കണ്ണൂർ എന്തോ ഉള്ളൊരു സ്ത്രീയെ ഇദ്ദേഹം കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെ ഇദ്ദേഹമായിരുന്നു കൂട്ടിരുന്ന് നോക്കിയിരുന്നത്. ഇപ്പോൾ അവർ ഓക്കെ ആയിട്ട് എന്തോ അവരുടെ കുടുംബത്തിലാണ്. അപ്പം ഇദ്ദേഹത്തിന് പിന്നീട് അപസ്മാരകം എന്തോ വന്നു. അങ്ങനെ താഴെ വീണ് തല പൊട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ അങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞു. മരിക്കും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. പക്ഷേ ഇപ്പോഴായിട്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു സൈഡ് പാരലൈസ്ഡ് പോലാണ്, കിടപ്പ് തന്നെയാണ് സംഭവം. അപ്പം ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്നെ കുടുംബത്തിൽ തറവാട്ടിൽ കയറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ കിടക്കേണ്ട, അവിടുന്ന് പൊക്കോളാനാണ് ബന്ധുക്കൾ ഈ പറയുന്ന ഈ സഹോദരങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഭാര്യയും പറയുന്നത് അത് പറ്റൂല എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയുടെ സഹോദരനൊക്കെ ചീത്ത വിളിക്കുന്നു, അവരെ തന്നെ ഇറക്കി വിടാൻ നിൽക്കുവാണ്. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന കൊള്ള സമയത്തൊക്കെ ഞാൻ കൊടുത്തു, പിന്നെ എല്ലാവർക്കും അസുഖം വന്ന് കിടന്ന സമയത്ത് നോക്കാനൊക്കെ എന്നെ ആവശ്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് അസുഖം വന്ന സമയത്ത് എന്നെ ആരും നോക്കാനില്ല. ഇത്തരത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊരു വിഷയം സംസാരിക്കുന്ന സമയത്തും നമ്മൾ പറയത്തില്ലേ, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം അമ്മയെ തല്ലുന്ന നാട്ടിലിപ്പം അതിന് പോലും 2 സൈഡുള്ള ആൾക്കാർ കാണും എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വശം കൂടി നോക്കണം. ഇദ്ദേഹം പറയുന്നത് മാത്രമാണോ ശരി, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണെന്നുള്ളതും കൂടെ നോക്കേണ്ടതുണ്ട്. അപ്പം ഇനി എന്തൊക്കെ തന്നെ ആയാലും ഒരു വയ്യാത്ത കിടക്കുന്ന തന്നെ എഴുന്നേറ്റ് ഇരിക്കാനോ അല്ലെങ്കിൽ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയെ ഒന്നുമില്ലെങ്കിൽ അവർക്ക് നോക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വല്ല ഗാന്ധി ഭവനിലോ അങ്ങനെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഈ നല്ലൊരു സാഹചര്യത്തിലൊക്കെ കൊണ്ട് തള്ളുന്നതെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അത് ഏറ്റവും വലിയ തെറ്റാണ്. അതിനുള്ള ശിക്ഷ അവരെ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേയധികം ആൾക്കാർ ഇതിനടിയിൽ ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് ചെയ്തതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ അറിയാവുന്ന വ്യക്തി എന്നുള്ള തരത്തിലാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം റീ എഡിഷൻ സെൻറ്ററിൽ എന്തോ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അവിടെ വെച്ച് ഇദ്ദേഹത്തിനെ പരിചയമുണ്ട്. അതായത് ഈ ഇപ്പം കാണുന്ന ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹം നിരന്തരമായിട്ട് ഈ പറഞ്ഞ മദ്യപാനിയായിരുന്നു. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യമുള്ള ഒരു വ്യക്തിയാണ്. ഉണ്ടായിരുന്ന സമയത്തെല്ലാം വേറെ രീതിക്കൊക്കെ ആയിരുന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റീ എഡിഷൻ സെൻറ്ററിലേക്ക് മദ്യപാനം നിർത്താൻ വേണ്ടി ഈ ചേട്ടന്മാരൊക്കെ തന്നെയാണ് കൊണ്ട് ആക്കിയത്. പക്ഷേ ഇയാൾ ഇവിടുന്ന് മുങ്ങും, ചാടിപ്പോവും, ഇതാണ് ഇയാളുടെ ശീലം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നതൊക്കെ കളവാണ് എന്ന തരത്തിൽ കുറേയധികം ആൾക്കാർ വന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഈ ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്, ആ വ്യക്തിയുടെ, അതായത് കമൻ്റ് ഇട്ട വ്യക്തിയുടെ കണ്ടിട്ടുണ്ട്, ഒരു ഒഴിഞ്ഞ കടയ്ക്ക് മുന്നിലായിട്ട് ഇദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത് അവിടെ ആയിരുന്നു എന്നുള്ള രീതിക്ക്
ശരിക്കും പറയുന്നുണ്ട്. അപ്പം ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വശങ്ങളിൽ ഒരുപക്ഷെ ഈ പറയുന്ന വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന സമയത്ത് നല്ലോണം ആരോഗ്യവും അല്ലെങ്കിൽ പ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ബന്ധുക്കളെയോ അല്ലെങ്കിൽ ബാക്കി ആരെയും തിരിഞ്ഞു നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നടന്ന് കുടിച്ച് കൂത്താടി നടന്നിരുന്നിട്ട് ഒന്നും ഇല്ലാതായ സമയത്ത് അവർ നോക്കണം എന്ന് പറയുന്ന സമയത്ത് എത്ര പേര് നോക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അവരവരുടെ സാഹചര്യങ്ങളും. അപ്പം എല്ലാവരും അങ്ങനെ നോക്കണമെന്നില്ല. മേ ബി അതിൻ്റെ ദേഷ്യമോ വൈരാഗ്യമോ വെച്ചിട്ടായിരിക്കും ഇവർ പക്ഷേ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുന്നത്. ഇനി ഇതാണ് സത്യമെങ്കിൽ പോലും നമുക്കൊരു മാനുഷിക പരിഗണന എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ചോര അല്ലെങ്കിൽ പോലും മറ്റൊരു ജീവി ആണെങ്കിൽ പോലും നമ്മളിപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു പൂച്ചയോ പട്ടിയോ ആണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുന്ന റോഡിൻ്റെ നടുവിൽ ഇതുപോലെ കയ്യോ കാലോ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും പറ്റില്ല. ഇറങ്ങി എണീറ്റ് നമ്മൾ അതിനെ കറക്റ്റായിട്ട് വണ്ടി ഒന്നും കയറാത്ത തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് മാറ്റി കിടത്തിയിട്ട് തന്നെ ആയിരിക്കും പോകുന്നതെന്ന് പറയുന്നത്. അത്രയെങ്കിലും ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ളവരുള്ളപ്പോൾ സ്വന്തം ഈ പറഞ്ഞ ചോരയിൽ അല്ലെങ്കിൽ ചോര കൂടുന്ന സ്വന്തം ഈ പറഞ്ഞ സഹോദരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ പറഞ്ഞ പാലത്തിനടിയിലൊക്കെ കൊണ്ട് കിടത്തുക എന്നൊക്കെ പറയുന്നത്, അതും പാതിരാത്രിയിൽ മറ്റൊക്കെ കൊണ്ട് ഇട്ടിട്ട് ഓടിപ്പോവുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു അല്ല. പ്രത്യേകിച്ച് പരസഹായം ഇല്ലാതെ ഒന്ന് നേരെ എണീറ്റിരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വ്യക്തിയെ, സ്വന്തം സഹോദരനായിട്ടുള്ള വ്യക്തി അങ്ങനെ ചെയ്തിട്ട് അവനാവുന്ന കാലത്ത് നമുക്കൊന്നും തന്നില്ല, നമ്മുടെ അടുത്തൊന്നും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തള്ളിക്കളയാന്ന് പറയുന്നത് അത്രയും ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അങ്ങനെ പറ്റൂലെന്നുണ്ടെങ്കിൽ അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ നിയമവശങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ അറിയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഉള്ള സമയത്ത് ആരൊക്കെയാണോ അങ്ങനെ തിന്നത് അവരിലേക്ക് ഈ പറയുന്ന ഇപ്പം ഭാര്യയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ, അത്രയെങ്കിലും ചെയ്യാന്നുള്ളതുണ്ട്. അതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം ഇത് ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്, ഏറ്റവും തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിലപ്പുറത്തേക്ക് ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളാൻ സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുള്ള വശമാണ്. കാരണം ഇങ്ങനെ ഈ പറയുന്ന കണക്ക് വയ്യാത്തൊരു വ്യക്തിയെ, കുടുംബ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ തള്ളാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് തന്നെ അറിയുന്നൊരു കാര്യമാണ്, ഇവിടെ പല വിധത്തിലുള്ള നിയമവശങ്ങളുള്ളതാണ്. ഇപ്പം ഈ പ്രായമായിട്ടുള്ള അമ്മയ്ക്കോ അച്ഛനും ചിലവിന് കൊടുക്കാതിരിക്കുന്ന മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രിബ്യൂണൽസ് പലതരത്തിലുണ്ട്. നമുക്ക് അതിന് എത്ര പേർക്ക് അറിയുന്നറിയത്തില്ല. അങ്ങനെ സാഹചര്യം അങ്ങനെ എന്താ പറയുക പഞ്ചായത്ത് വഴിയോ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, അവർ വഴി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മക്കളുമാർ ഓരോരുത്തരും ഏറ്റവും കുറഞ്ഞ എനിക്കൊന്ന് 10,000 രൂപയാണെന്ന് തോന്നുന്നു, അത്രയും വെച്ച് വരെ കൊടുക്കാനുള്ള നിയമവശങ്ങളുള്ളൊരു നാടാണ്. അത് കൊടുത്തേ പറ്റും. അവർക്കിനി ആസ്തി ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ അതൊന്നും അതിൻ്റെ ഇതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അനുസരിച്ച് തന്നെ കൊടുത്തിട്ട് അത് ഒരു മകൻ കൊടുക്കുന്നുണ്ട് ഇന്ന മകൻ കൊടുക്കില്ല എന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഇതാണ് ഇവിടുത്തെ നിയമവശം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേയധികം നിയമവശങ്ങൾ നമുക്കുള്ള സാഹചര്യത്തിൽ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന കാര്യം അതിനപ്പുറം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വയ്യാത്തൊരു വ്യക്തിയെ കൊണ്ട് തള്ളുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലാവരും ഇതിന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് ആവതുള്ള സമയത്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. അതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് ആവതുള്ള നമുക്കെല്ലാം ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കൊന്നും കൊടുക്കാതിരിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും പറ്റുന്നതെന്ന് പറയുന്നത്. നമ്മൾ ആരും നോക്കാൻ തയ്യാറാവില്ല. ഇതുപോലായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നത്. അവർക്ക് വെറുപ്പ് മാത്രമേ നമ്മളോട് തോന്നുള്ളൂ. അത് മറ്റൊരു പരമാർത്ഥമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാനുള്ള മനസ്സ് എത്ര പേർക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമില്ലേ. അപ്പം അതിൻ്റെ തിരിച്ചടി ആവാനുള്ള സാധ്യതയുണ്ട്.